സാധാരണ ഏതൊരു പെൺകുട്ടിയും പോലെ ഇക്കണോമിക്സിൽ ബിരുദം നേടി സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹത്തോടെ ബ്യൂട്ടീഷ്യൻ കോഴ്സും തയ്യലും പഠിച്ച ജാസ്മിൻ എന്നാൽ വിധി കാത്തുവെച്ചത് കടുത്ത പരീക്ഷണങ്ങളായിരുന്നു. തൻ്റെ ആദ്യ കൺമണി അഖിലിനെ സെറിബ്രൽ പൾസി ആണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അമ്മയുടെ ഉള്ളൊലിഞ്ഞു. മകൻ്റെ ചികിത്സയ്ക്കായി ആശുപത്രികൾ തോറും അലഞ്ഞു. പക്ഷേ പരീക്ഷണങ്ങൾ അവിടെയും തീർന്നില്ല. റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ എന്ന രോഗം ജാസ്മിൻ്റെ കാഴ്ചയെ പതുക്കെ കവർന്നെടുക്കുവാൻ തുടങ്ങി. ഭാവിയിൽ താൻ പൂർണ്ണമായും അന്ധതയിലേക്ക് വഴുതി വീഴുമെന്ന് ഉറപ്പായ നിമിഷം ജാസ്മിൻ കരഞ്ഞു തീർക്കാനല്ല തീരുമാനിച്ചത്, മറിച്ച് കാഴ്ചയില്ലാത്ത ലോകത്ത് എങ്ങനെ ജീവിക്കണമെന്ന് പഠിക്കാനാണ് അവർ ശ്രമിച്ചത്. കാഴ്ച പോകുന്നതിന് മുമ്പേ കണ്ണുകെട്ടി ജോലി ചെയ്ത് അവർ സ്വയം പരിശീലിച്ചു. വരാനിരിക്കുന്ന ഇരുട്ടിനെ നേരിടുവാൻ അവർ വെളിച്ചമുള്ളപ്പോഴേ തയ്യാറെടുത്തു. തളരാൻ തയ്യാറല്ലാത്ത ഒരു മനസ്സ് ജാസ്മിനെ ഒരു സംരംഭയാക്കി. അപ്പുവിൻ്റെ പേരിൽ അപ്പൂസ് ഫുഡ്സ് എന്ന ബ്രാൻഡ് പിറന്നു. തൻ്റെ അമ്മ പകർന്നു നൽകിയ പഴയ നെയ്യപ്പത്തിൻ്റെ രുചിക്കൂട്ടിൽ ചില മാറ്റങ്ങൾ വരുത്തി അവർ അപ്പങ്ങൾ ചുട്ടു തുടങ്ങി. ഭർത്താവ് അജിയുടെ കടയിൽ വിൽക്കാൻ വെച്ച ആ അപ്പങ്ങൾ പെട്ടെന്ന് തന്നെ ജനഹൃദയങ്ങൾ കീഴടക്കി. ഇന്ന് ജാസ്മിന് കാഴ്ചയില്ല, പക്ഷേ ആ കൈപ്പുണ്യത്തിന് ഒരു കുറവുമില്ല.